ഇവിടെ പറ്റില്ല കുഞ്ഞേച്ചി, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. ഒരേ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം ഞാൻ ചോദിച്ചത്. എന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ആരുടെയും കൈയും കാലും പിടിക്കേണ്ടി വരില്ലായിരുന്നു. എന്നാ പിന്നെ ആദ്യം നീ നിന്റെ അമ്മയെ കണ്ടുപിടിച്ചോണ്ട് വാ. എന്നിട്ട് അമ്മയുടെ അനുവാദം വാങ്ങിച്ച് ഇവരകത്തേക്ക് കയറ്റ്. എന്റെ സമ്മതം കിട്ടിയിട്ട് എന്റെ മോള് പോവില്ല. അല്ലമ്മേ, അത് ഏട്ടൻ. അവന്റെ പേര് ഈ വീട്ടിൽ മിണ്ടി പോവരുത്. സ്വന്തം അച്ഛനെ ഇല്ലാതാക്കാൻ നോക്കിയവൻ അവൻ. അമ്മ എന്ത് വർത്താനീ പറയുന്നേ? അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഏട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു? ചെയ്യുന്നത് കണ്ടവരില്ലേ? അവരില്ലാത്തതൊന്നും പറയില്ലല്ലോ. പറയും. പറഞ്ഞില്ലെങ്കിൽ ഏട്ടന്റെ ശത്രുക്കളെ പറയിപ്പിക്കും. അമ്മയ്ക്കറിയോ, ഏട്ടന്റെ ശത്രുക്കളുടെ എണ്ണം നോക്കിയാ അമ്മയും ഞെട്ടും ഞാൻ ഞെട്ടും. ഈ ശത്രുക്കൾ എല്ലാരും കൂടി ഒന്നിച്ചേട്ടനെ കൊടുക്കാൻ നോക്കിയാ ഏട്ടൻ എന്ത് ചെയ്യും? അതാ അവിടെ സംഭവിച്ചത്. അമ്മേ, ഒരാളെ കൊടുക്കുന്നതും പ്രതിയാക്കുന്നതും എന്തിനു കൊലക്കുറ്റം അടിച്ചേൽപ്പിക്കുന്നത് തന്നെ ഇതുപോലുള്ള പ്ലാനിങ്ങിലൂടെയാ. അമ്മ ഒന്നും പറയണ്ട, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ദേ ചന്ദ്രേ, വേണ്ട, പറയുന്ന കേക്ക്. പെട്ടെന്ന് വരാം അമ്മേ. നീ എവിടെ പോകുന്നു? നീ എവിടെ പോകുന്നു എന്നാ ചോദിച്ചത്. ഒന്ന് പുറത്തേക്ക് പോണായിരുന്നു. പുറത്ത് പോയി ഇപ്പൊ മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്നിട്ട് മുടിപ്പിക്കാനായിട്ട് നിനക്ക് പുറത്തേക്ക് ഇറങ്ങണോ അല്ലേ? ശാന്തേ, വാങ്ങേണ്ട സാധനങ്ങളെല്ലാം ലിസ്റ്റ് എഴുതിയായിരുന്നോ? വൈകുന്നേരം ഞാൻ പുറത്തു പോകുന്നുണ്ട്, മേടിക്കാം. ആ, എഴുതാം. ആ, ആരാ ശാന്തിച്ചി? ശാലിമോളോ? പതുക്കെ. എന്നാ പിന്നെ ഞാൻ പോട്ടെ മാഡം. ആ, ശരി. ഇതെന്റെ വീടാണ്. ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. ആ മോനെ. അച്ഛാ, ഇത് ദീപു. നമ്മുടെ പപ്പിയുടെയും സത്യയുടെയും കൂടെ പഠിക്കുന്നതാ. ഇവര് ഹോസ്പിറ്റലിലായിരുന്നു. ഡിസ്ചാർജ് ആയപ്പോൾ അവർക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. നാളത്തേക്ക് ഞാനൊരു വീട് ശരിയാക്കാം. ഈ ഒരു രാത്രി ഇവർക്ക് ഇവിടെ താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. വേറെ പോകാനൊരു ഇടമില്ലാത്തോണ്ടാ. നിന്നോടാരാ പറഞ്ഞത് ഞാനിവിടെ സത്രം നടത്തുകയാണെന്ന്? അച്ഛാ, ചെയ്തുമില്ലാത്തൊരു ഉപകാരമല്ലേ? വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച് വന്നിരിക്കുന്നവരാ ഇവര്. മൂത്ത കുട്ടി മരിച്ചു. ഇവന്റെ അച്ഛന്റെ സർജറി കഴിഞ്ഞു. ഇപ്പൊ ഇവരെ സഹായിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതിന്റെ ഗുണവും നിനക്കുണ്ടായല്ലോ. ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കള്ളക്കളിയെ പുറത്തു കൊണ്ടുവന്ന കളക്ടർ ശാലിനിക്ക് അഭിനന്ദനങ്ങൾ. പത്രത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നല്ലോ. അപ്പോൾ തീർച്ചയായും നീ പാവങ്ങളെ സഹായിക്കണം. പക്ഷേ അതെന്റെ കുടുംബത്തെ കണ്ടുകൊണ്ടാവരുതായിരുന്നു. സത്യമ്മയുടെ വീടായിരുന്നല്ലോ ഉചിതം. കളക്ടറായ മരുമകൾക്ക് അമ്മായിയമ്മയുടെ സഹായഹസ്തം.
പത്രക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതി പിടിപ്പിക്കാമല്ലോ. എന്തായാലും എനിക്ക് ആ പ്രശസ്തി വേണ്ട. കുഞ്ഞേച്ചി, ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാതെയാണോ കുഞ്ഞേച്ചി സംസാരിക്കുന്നേ? ഇവിടെ താമസിക്കുന്ന ഒരു മനുഷ്യരൊക്കെ തന്നെയാ, അല്ലാതെ യന്ത്രങ്ങളൊന്നും അല്ല. ആ ദേ കേട്ടില്ലേ, ആ കുഞ്ഞിന്റെ വായ ഏതു നേരം തുറന്നേയിരിക്കൂ. ഇവിടെ പ്രസവിച്ച പെണ്ണിന്റെ കാര്യങ്ങൾ നോക്കണം, അതിന്റെ ഇടയ്ക്ക് ഈ കടയിലെ കാര്യങ്ങള്, ഇതെല്ലാം ഓടി നടന്നു നോക്കാൻ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അതിന്റെ ഒപ്പം എണീക്കാനും നടക്കാനും പറ്റാത്ത ആൾക്കാരും കൂടി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന ത്രിശങ്ക് സ്വർഗത്തിൽ പെട്ട പോലെ ആയിപ്പോവും ഞാൻ. ഇവിടെ പറ്റില്ല കുഞ്ഞേച്ചി, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. ഒരേ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം ഞാൻ ചോദിച്ചത്. എന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ആരുടെയും കൈയും കാലും പിടിക്കേണ്ടി വരില്ലായിരുന്നു. എന്നാ പിന്നെ ആദ്യം നീ നിന്റെ അമ്മയെ കണ്ടുപിടിച്ചോണ്ട് വാ. എന്നിട്ട് അമ്മയുടെ അനുവാദം വാങ്ങിച്ച് ഇവരകത്തേക്ക് കയറ്റ്. എന്റെ വീട്ടിൽ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോയനെ മോളെ. മോക്കറിയാവുന്നതാണല്ലോ എന്റെ വീട്ടിലെ അവസ്ഥ. എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ശരി, ഈ വീട്ടിൽ നിർത്താൻ പറ്റില്ല. ഞാനൊന്ന് നോക്കിയാ ഈ സ്ത്രീയെയും കുട്ടിയെയും താമസിപ്പിക്കാൻ അഗതി മന്ദിരം കിട്ടും. പക്ഷേ അപ്പോഴും ഈ രോഗിയായ ആളെ കിടത്താൻ, ഇയാളുടെ കാര്യങ്ങൾ നോക്കാൻ, അതുകൊണ്ട് മാത്രം ഈ ഒരൊറ്റ ദിവസത്തേക്ക് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത്. പക്ഷെ എന്നെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാനാ? മാഡം, വേണ്ട മാഡം, ഞങ്ങൾക്ക് വേണ്ടി മാഡം ഇനി ഇങ്ങനെ ചെറുതാവണ്ട. ഞങ്ങളെ വല്ല ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ആക്കിയാൽ മതി. ഇന്ന് ഒരു ദിവസത്തെ കാര്യമല്ലേ, മണിമാളിയിൽ കിടന്ന് ശീലിച്ച ആൾക്കാരൊന്നും അല്ലല്ലോ. അതുകൊണ്ട് എന്തുവായാലും ഞങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടോളാം. ഇതെന്റെ വീടാ. ഞാൻ വന്നത് നിങ്ങളെ ഇവിടെ താമസിപ്പിക്കണമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാ. അതിപ്പോ വീടായാലും കടയായാലും ഈ കോമ്പൗണ്ടിനകത്താവണമെന്നേ ഉള്ളൂ. ഇന്നത്തെ ഒരു ദിവസം നിങ്ങളിവിടെ താമസിക്കേ. ഇത് എന്റെ അമ്മയുടെ ഹോട്ടല്, കുടുംബശ്രീ ശാരദയുടെ ഹോട്ടല്. നിങ്ങളിവിടുന്ന് ഒരാളും ഇറക്കി വിടാൻ പോകുന്നില്ല.